റിച്ചാർഡ് റുംബ്രാൻഡിൻ്റെ ടോർച്ചേർഡ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. റിച്ചാർഡ് റൊമാനിയയിൽ അടുത്ത കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അദ്ദേഹത്തെ ജയിലിലാക്കി. അപ്പോൾ ജയിലിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. ഒരു ചാപ്റ്ററിൽ അദ്ദേഹം ഒരു പാസ്റ്ററിനെ കുറിച്ച് പറയുന്നുണ്ട്, പാസ്റ്റർ എയ്മോ വീച്ചി. വളരെ ഫേമസ് ആണ്. അദ്ദേഹത്തെ ആ പ്രിസണേഴ്സ് എല്ലാവരും വളരെ ആദരവോടെയാണ് കാണുന്നത്. കാരണം വേറൊന്നുമല്ല, അതൊരു വലിയ ജയിലാണ്. ഒരുപാട് ക്രിമിനൽസും ഉണ്ട് അവിടെ, ഒരുപാട് കുറ്റം ചെയ്യാത്ത ആൾക്കാരും ഉണ്ട്. എല്ലാ ദിവസവും ഇങ്ങനെ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഗാർഡ്സിന് ഓരോരുത്തരുടെ പേര് കൃത്യമായിട്ട് അറിയത്തില്ല. അവിടുത്തെ ശിക്ഷാ നിയമം എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും റൂള് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൻ 25 ലാഷസ് 25 തവണ ചാട്ടവാറടി ഏൽക്കണം. അത് ക്രൂരമാണ്, അസഹനീയമാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ കുറ്റം ചെയ്യുന്നു, അപ്പോൾ അയാളുടെ പേര് വിളിച്ചു പറയും, ജോൺ മുന്നോട്ട് വരിക അല്ലെങ്കിൽ സൈമൺ മുന്നോട്ട് വരിക. അപ്പോൾ ആരുടെങ്കിലും പേര് വിളിച്ചു പറഞ്ഞാൽ ആരും മുന്നോട്ട് വരുന്നില്ലെങ്കിൽ ഈ മനുഷ്യൻ കയറി വരും. ഈ പാസ്റ്റർ എയ്മോ വീച്ചി അയാൾ ചെയ്ത തെറ്റല്ല എങ്കിലും അയാൾ അവിടെ കയറി നിന്ന് തല്ല് വാങ്ങിയിട്ടങ്ങ് പോകും. ഗാർഡ്സിന് അറിയത്തില്ല ആരാ കയറിയിരിക്കണമെന്ന് അവർക്കറിയത്തില്ല. എത്ര തവണ പാസ്റ്റർ തല്ല് വാങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടെയുള്ള ആർക്കും അത് എണ്ണം പോലും തിട്ടുമല്ല. അത്ര തവണ ഈ മനുഷ്യൻ മറ്റുള്ളവരുടെ അടി ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. എന്ത് ഗോസ്പലിൻ്റെ കാഴ്ച അതാണ്. ഈശോ കുരിശിൽ കിടക്കുക, ഈശോ ചെയ്യാത്ത കുറ്റത്തിന് കുരിശിൽ കിടക്കുക, മരിക്കുകയാണ്, ചങ്കിൽ കുന്തൊക്കെ ഏറ്റുവാങ്ങുകയാണ്. ഞാനാണ് തെറ്റ് ചെയ്തത്, എൻ്റെ പേരാണ് പണിഷ്മെൻറ്റ് വിളിച്ചത്, പക്ഷെ കയറി നിന്ന് അടി വാങ്ങിയത് ഈശോയാണ്. ഇനി എൻ്റെ വീടാണ്, ഞാൻ കയറി തല്ല് വാങ്ങിക്കണം. എന്തിനാണ്, ആർക്ക് വേണ്ടിയാണെന്ന് പോലും ചിലപ്പോൾ എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ വേറൊരുവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ തല്ല് വാങ്ങിക്കണ്ടേ? അപ്പോഴല്ലേ ഹാർട്ടിൻ്റെ കൂടെ സീക്രഡ് എന്ന് പറഞ്ഞ് ചേർക്കാൻ പറ്റൂ.